ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹെവി വർക്കുള്ളൊരു ഡിസൈനർ സ്ലീവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ലീവ് ഇവിടെ ഇതേപോലെ പകുതി തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റോണിൻ്റെ ലേസ് നമുക്ക് വേണം. ഇനി ഇതേപോലെ ലേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയിനായിട്ട് നമുക്ക് സ്റ്റോൺസ് കിട്ടും, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് ഗോൾഡൻ ബീഡ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ്. പിന്നെ ഇത് തുന്നാനായിട്ട് നമ്മുടെ നോർമൽ സൂചി നൂലും വേണം. വളരെ നേർത്ത ഒരു സൂചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇത് ബീഡ്സ് കോർക്കാനായിട്ട്. പിന്നെ ഈ ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കാൻ പിന്നെ നമ്മുടെ ഫാബ്രിക് ഗ്ലൂവും കൂടെ ആവശ്യമുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതിലൊരു 2 ലൈന് ബീഡ്സും അതുപോലെ ഒരു ലേസും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിപ്പോൾ എവിടെയാണ് വെക്കുന്നത് അതിൻ്റെ സൈസൊന്ന് ആദ്യം എത്രയാണ് നമുക്ക് ലേസിൻ്റെ സൈസ് വേണ്ടതെന്ന് അവിടെ വെച്ചിട്ട് നോക്കാം. അപ്പോൾ എത്രയാണ് വേണ്ടത്, അപ്പം നമുക്കത് ഈസി ആയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ കഴിയും. ഞാൻ സ്ലീവ് താഴ്ഭാഗം ജോയിൻ ചെയ്തിട്ടില്ല, മേൽഭാഗം മാത്രം അതൊന്ന് തയ്ച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി ഗമ്മ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഗമ്മ് തേച്ച് കൊടുക്കുക. ഗമ്മ് കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റോണിൻ്റെ ലേസ് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ബീഡ്സ് അവിടെ തുന്നി കൊടുക്കാൻ പോവാണ്. അപ്പോൾ തുന്നുമ്പോൾ ഈ ലേസ് അവിടെ നിന്ന് ഇളകി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരു 4-5 ബീഡ്സ് ഒന്നിച്ചിട്ടിട്ട് തുന്നി കൊടുത്താൽ മതി. ഇത് തുന്നുന്നതിന് മുമ്പ് ഇത് എംബ്രോയ്ഡറി ഫ്രെയിമിൽ വെച്ച് തുന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാനിത് അന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോയി. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കൈ പിടിച്ച് തുന്നാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം സ്റ്റോണിൻ്റെ ഒരു ലേസ്, അത് കഴിഞ്ഞാൽ പിന്നെ ബീഡ്സ്, അങ്ങനെ നമുക്ക് മാറി മാറി ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ലേസ് ഇപ്പോൾ ഇതിൽ 3 ലൈനാണ് ഉള്ളത്. സ്റ്റോണിൻ്റെ 3 ലൈനുണ്ട്. അത് നമുക്ക് 2 ലൈനുള്ളത് കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് 2 ലൈനാക്കി കൊടുക്കാം, വേണമെങ്കിൽ 1 ലൈനാക്കി കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ കൈയിൻ്റെ മറ്റു ഭാഗത്തും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ടോപ്പ് മുഴുവനായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ഇനിയിപ്പോൾ ഞാനിങ്ങനെ നേരെയാണ് ചെയ്തത്, അതിന് പകരം ഇതേപോലെ സ്ട്രൈറ്റായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക്